ഒരു GMT വാച്ച് എങ്ങനെയാണ് സെറ്റ് ചെയ്യാന്ന് നിങ്ങൾക്കറിയാമോ? ആക്ച്വലി ഈ ഒരു ടോപ്പിക്ക് ഒരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ ഈ ഒരു ടോപ്പിക്കുമായി വരാൻ ഒരു കാരണമുണ്ട്. അതെന്താണെങ്കിൽ നമ്മളുടെ ഒരു പ്രിയ സബ്സ്ക്രൈബറായ ഡെൽഷൻ സേവിയർ എന്ന് പറഞ്ഞൊരു വ്യക്തി 3-4 പ്രാവശ്യമായി ഈ ഒരു റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ സത്യത്തിൽ അത് കുറച്ച് വൈകിപ്പോയി, ഒരു മാസത്തോളമായി പോയി. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല ടെക്നിക്കൽ കാര്യങ്ങളും ചോദിക്കുമ്പോൾ മറുപടി ആയിട്ട് പറയാം, മെസ്സേജ് ആയിട്ടും അതെല്ലാമായിട്ട്. അങ്ങനെ ഒരുപാട് പേര് സജഷൻസും അതുപോലെ ടെക്നിക്കൽ ഡൗട്ട്സ് ഒക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് സെറ്റ് ചെയ്യൽ നമുക്ക് കാണിച്ചു കൊടുക്കുന്നുള്ളൂ. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു GMTയുടെ ഒരു വാച്ച് ഇല്ല ആ സമയത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചിരിക്കുമ്പോഴാണ് നമ്മളുടെ പ്രിയ സുഹൃത്തായ ജി ബ്രോ നാളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ റോളക്സിൻ്റെയും പാതെക് ഫിലിപ്പിൻ്റെയും വാച്ച് സ്കൂളിൽ പോയി സ്വിറ്റ്സർലൻഡിൽ ട്രെയിനിങ് കിട്ടിയ അബുദാബിയിലെ പ്രമുഖമായ ഒരു വാച്ച് റിപ്പയർ വാച്ച് റെസ്റ്റോറേഷൻ സ്പെഷ്യലിസ്റ്റാണ്. ആളോട് ഇത് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, ഇതിനു വേണ്ടി നീ വാച്ചിന് എൻ്റെ അടുത്തേക്ക് അബുദാബിയിലൊന്നും വരണ്ട. ആളപ്പം തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കി എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ വീഡിയോനെ ബേസ് ചെയ്തിട്ടാണ് ഞാനത് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. എന്തായാലും ഡെൽസൺ ഷേവിയർ ചോദിച്ച പോലെ എൻ്റെ കയ്യിലുള്ളത് സീക്കോയുടെ GMT വാച്ച് തന്നെയാണ്. ആ വാച്ചിൽ നമുക്ക് 3 ടൈം സോൺ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ നോർമൽ മിനിറ്റ് ആൻഡ് അവർ ഇത് ഉപയോഗിച്ചിട്ട് വരണം. പിന്നെ GMT ആ റെഡ് കളറിലുള്ള GMT ഹാൻഡ് വെസ്റ്റ് ഒരു രാജ്യത്തെ, മൂന്നാമത്തെ ബേസലിലുള്ള റിംഗ് ഉണ്ടല്ലോ അത് തിരിച്ച് ഈ GMTയുടെ ഒരു കോമ്പിനേഷൻ ആക്കിയിട്ട് മൂന്നാമത്തെ രാജ്യത്തെ ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സെറ്റിംഗ്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് UAE, ലണ്ടൻ, കനേഡിയൻ ടൈമുകളാണ്. UAE-ൽ രാത്രി 8:40, ലണ്ടനിൽ ഈവനിങ് 5:40, കാനഡയിലാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് 12:40. ഈ 3 ടൈമാണ് സെറ്റ് ചെയ്യുന്നത്. ഇന്ന് ഇവിടുത്തെ ഡേറ്റ് 9-ാം തീയതിയാണ്. അപ്പോൾ 9-ാം തീയതി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ 8-ലേക്ക് എത്തിക്കണം. ഫസ്റ്റ് നമ്മൾ ക്രൗൺ പുറത്തേക്ക് വലിച്ചിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിച്ച് ഡേറ്റ് ക്വിക്ക് സെറ്റ് ചെയ്യുന്നത്. അതായത് 9-ാം തീയതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 8-ൽ സെറ്റ് ചെയ്ത് പിന്നെ ക്രൗൺ തിരിച്ച് 9-ലേക്ക് സെറ്റ് ചെയ്യണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ കറക്റ്റ് AM PM നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ ഡേറ്റ് സെറ്റ് ചെയ്യുന്നത് രാത്രി 9-നും രാവിലെ 6-നും ഇടയ്ക്ക് ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ 9-ലേക്ക് എത്തിയതിന് ശേഷം ഈ ക്രൗൺ ഒന്നും കൂടിയും സെറ്റ് ചെയ്തിട്ട് 8:40 ആക്കുക ചെയ്യണം. ഇപ്പോൾ സൂചി 8:40 വന്നു. UAE-യിലത്തെ 8:40 രാത്രി. ഇനി 8:40 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രൗൺ വീണ്ടും നോർമൽ പൊസിഷനിലേക്ക് പോയി വീണ്ടും അത് പുറകോട്ട് വലിച്ചിട്ട് ക്ലോക്ക് വൈസിൽ തിരിച്ച് GMT മുന്നോട്ട് തിരിക്കുകയാണ്. അത് തിരിച്ചതേ ഞാൻ പതുക്കെ കൊണ്ടുവന്ന് 17:40 സെറ്റ് ചെയ്യുകയാണ്. ഇപ്പം ലണ്ടൻ ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും ക്രൗൺ നമ്മൾ നോർമലാക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്നത്, ഈ ബേസലിൻ്റെ ഈ റിങ് തിരിച്ചിട്ട് അതിൻ്റെ 12 എന്നുള്ള മാർക്ക് നമ്മൾ GMTയുടെ ഹാൻഡിന് നേരെ തിരിച്ച് സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3 ടൈം ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മൂന്നാമത്തെ ടൈം കാനഡ സെറ്റ് ചെയ്ത് ഔട്ടർ റിംഗ് ആയതുകൊണ്ട് അത് ഇടയ്ക്ക് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ സംഭവം തെറ്റിപ്പോകും. അതെപ്പോഴും അവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് മൂന്നാമത്തെ രാജ്യത്തിൻ്റെ കാണുക. ഇതിപ്പോൾ UAE, ലണ്ടൻ, കാനഡ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺട്രിയുടെ കോമ്പിനേഷൻ എടുത്തിട്ട് അവിടുത്തെ ടൈം എത്രയാണ് വ്യത്യാസം എന്ന് നോക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് വഴിക്ക് മറുപടി, ഇങ്ങനത്തെ ക്വിക്ക് വീഡിയോ ആണെങ്കിൽ ക്വിക്ക് വീഡിയോ വഴിക്ക് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. അതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി കമൻറ്റ് ചെയ്യുക, ചോദ്യങ്ങൾ ചോദിക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും. ബൈ.